പാഠം 533 കുറുക്ക് വഴികളുടെ കുഴപ്പം. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. എന്താ കനകാംബര? അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഒന്നാമത്തെ കാര്യം, കനകാംബരന്റെ കയ്യിലുള്ള രേഖകൾ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കാൻ കനകാംബരൻ ശ്രമിച്ചു. ഇത് രണ്ടും മോഹനകൃഷ്ണൻ അംഗീകരിച്ചു തരില്ല. ഇനി മേലാൽ ഇതും പറഞ്ഞ് എന്നെ വിളിക്കാൻ ശ്രമിക്കരുത്. മനസ്സിലായോ? എന്താണ് സാറേ, രാവിലെ നല്ല ദേഷ്യത്തിലാണല്ലോ. ഏത് സാധുപ്രജയായിരുന്നു അപ്പുറത്ത്? ഒരു കനകാംബരൻ. ഓഹോ, അയാളൊരു പെയിന്ററാണ്. കാഞ്ചനയ്ക്ക് നേരത്തെ പരിചയമുണ്ട്. ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിനായി വില്ലേജ് ഓഫീസിൽ വന്നു. അപേക്ഷയുടെ കൂടെ കൊണ്ടുവന്ന രേഖകളിൽ മുന്നാധാരം ഇല്ല. മുന്നാധാരമില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞതാണ്. ഇപ്പോഴെന്താ പ്രശ്നം? പ്രശ്നം ഇപ്പോഴല്ല, ഇന്നലെ രാവിലെ കാഞ്ചന എന്നോട് പറഞ്ഞു അയാളുടെ മുന്നാധാരം എങ്ങനെയോ കളഞ്ഞുപോയതാണ്, ഞാനൊന്ന് സഹായിക്കണം എന്ന്. കാഞ്ചനയുടെ സംസാരം കേട്ടപ്പോഴേ എനിക്കതിൽ എന്തോ പ്രശ്നമുള്ള സംശയമുണ്ടായി. പക്ഷെ ഞാൻ അപ്പ ഒന്നും പറഞ്ഞില്ല. ഉച്ച കഴിഞ്ഞ് കനകാംബരൻ പിന്നെയും ഓഫീസിലേക്ക് വന്നു. ഞാൻ കേൾക്കുന്നില്ല എന്ന് കരുതി കനകാംബരനും കാഞ്ചനയും ഭയങ്കര സംസാരം. എന്താ സംസാരിച്ചെന്നറിയാമോ? എന്താ? എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞ് അനുസരിപ്പിച്ച് സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുത്താൽ കാഞ്ചനയുടെ വീടിന്റെ മതില് ആ കനകാംബരൻ സൗജന്യമായി പെയിന്റ് അടിച്ചു കൊടുത്തോളാം, പെയിന്റ് കാഞ്ചന വാങ്ങി കൊടുത്താൽ മതിയെന്ന്. അത്ര ഉണ്ടായിരുന്നല്ലോ. ചെറിയ കാര്യമാണോ? പച്ച മലയാളത്തിൽ അത് കൈക്കൂലിയാണ്. അതെങ്ങനെയാ മോഹനട്ടാ? കനകാംബരന്റെ പെയിന്റിങ് അറിയാം, കാഞ്ചനയുമായിട്ട് മുൻപരിചയമുണ്ട്. അങ്ങനെ ഒരാളെ സൗജന്യമായിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ലാന്ന് പറയാൻ പറ്റുമോ? ജോലി ചെയ്ത ഒരാൾ കൂടുതൽ കൂലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കാം. കൂലി വേണ്ടാന്ന് പറഞ്ഞാൽ എന്താ കേസ്? വെറുതെ അല്ലല്ലോ, കനകാംബരന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ശരിയാക്കാനല്ലേ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പണമോ പാരിതോഷികമായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലോ ചെയ്തു കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും കൈക്കൂലിയാണ്. കനകാംബരന് സർട്ടിഫിക്കറ്റ് കിട്ടിയത് തന്നെ. ആഹാ, എന്താ ഇതുവരെ ഷർട്ട് മുണ്ട് തേക്കായിരുന്നത്? അതിന് സമയമായിട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. മോനൊരുതരായിട്ട് കുളിച്ചിട്ട് പോലുമില്ല. കുളിക്കുന്നതിന് മുന്നേ എന്തിനാണ് ഷർട്ട് മുണ്ട്? അതോ പിന്നെ തേച്ച ഷർട്ട് മുണ്ട് വിട്ടിട്ടാണോ കുളിക്കുന്നത്? രാവിലെ 9 മണിക്ക് പ്രഭാകരന്റെ സ്ഥലമളക്കാൻ പോകണമെന്ന് പച്ച മലയാളത്തിലാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത് ഇന്നലെ. ഓ, എന്നിട്ട് ഇതുവരെ ഷർട്ട് മുണ്ട് തേച്ചില്ലാന്ന് വെച്ചാല് തേച്ച് താരാന്നേ. അങ്ങനെ പറഞ്ഞ പോരല്ലോ. ഇന്നലെ എത്ര മണിക്ക് സ്ഥലമളക്കാൻ വരുമെന്ന് പ്രഭാകരൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കൃത്യം 9 മണിക്ക് ഞാൻ എത്തും. ഞാനൊരു സമയം പറഞ്ഞാൽ പറഞ്ഞതാണ് എന്ന്. അങ്ങനെ പറഞ്ഞ ഞാൻ അവിടെ വൈകി ചെന്നാൽ അവസ്ഥ എന്താ ഉണ്ടാവുക? ആകാശം ഇടിഞ്ഞു പോരും. മോഹനട്ടാ, രാവിലെ വഴക്കുണ്ടാക്കാൻ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാതെ വേഗം മോഹനോട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേ. ഷർട്ടും മുണ്ടും ഒക്കെ അതിന്റേതായ സമയത്ത് ഞാൻ തേച്ചു വെച്ചിട്ടുണ്ടാവും. ഒന്ന് പോയി തരൂ. എന്റെ ഈശ്വരാ, ഇതൊരു കഷ്ടാ. നോക്കി നെടുകയും കുറുകയും പോവാൻ സമ്മതിക്കില്ല വില്ലേജ് ഓഫീസർ. ഈശ്വര, ഇതെന്താ കാടോ? ഇവിടെ ഇതുവരെ മുറ്റം അടിച്ചില്ലേ? എന്താ ഇതങ്ങനെ വിട്ട പറ്റില്ല. പറയുമ്പോ അവർക്ക് ഭയങ്കര തിരക്കാ, പക്ഷെ ജോലി ഒന്നും ചെയ്യാറില്ല. അങ്ങനെ പറ്റില്ലല്ലോ. എന്താ എന്താണ് ചവറ് സംസ്കരണ കേന്ദ്രമാണോ? നീ മുറ്റടിച്ചിട്ട് എത്ര കാലമായി? എല്ലാ ദിവസവും ഞാൻ മുറ്റം അടിക്കുന്നതാ. ഇന്നലെ രാത്രി ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റത്ത് പോകുന്ന വേലകളാ ഇതൊക്കെ. നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് ഇത് കണ്ടില്ലേ? കണ്ടായിരുന്നു. എന്നിട്ട് അടിച്ചു വരായിരുന്നത്? മോഹനട്ട് എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണി കിടക്കുക. അതിനിടയിൽ മുറ്റം അടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മോഹനട്ട് മോഹൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കാൻ എന്തെടുത്ത് വരും? ആരെങ്കിലും ഇപ്പൊ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഇവിടെ താമസിക്കുന്നത് മൃഗങ്ങളാണ് എന്ന് കരുതില്ലേ? അങ്ങനെ പറയാവുന്നൊരു സാധനം ഇവിടെ ഉണ്ട്.
മുറ്റം പെട്ടെന്ന് അടിച്ചു വൃത്തിയാക്ക്. അപ്പൊ ഷർട്ടും മുണ്ടും തേക്കണ്ടേ? ഷർട്ടും മുണ്ടും തേച്ച് വെച്ചിട്ട് ഇത് വൃത്തിയാക്കിയാ മതി. അതെന്തായാലും കൊള്ളാം. ആദ്യം മോഹനേട്ടന്റെ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കണം. ഞാൻ ഷർട്ടും മുണ്ടും തേച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ മാനം പോവില്ലേ? ആദ്യം ഷർട്ടും മുണ്ടും, അത് കഴിഞ്ഞത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഷർട്ടും മുണ്ടും തേക്കുമ്പോഴേക്കും മോഹനേട്ടനെ മുറ്റം വൃത്തിയാക്കാവുന്നല്ലേ ഉള്ളൂ. അതിനെന്താണ്? വില്ലേജ് ഓഫീസർ സ്വന്തം വീടിന് മുറ്റം അടിക്കരുതെന്ന് സർവീസ് ചട്ടങ്ങളിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. കണ്ടോ എന്താ? മോഹനേട്ടൻ താമസിക്കുന്ന വീടിന്റെ മുറ്റമല്ലേ, ആരും ഒരു കുറ്റം പറയില്ല. എങ്കിൽ പിന്നെ ഇന്ന് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് അഹങ്കാരം ആർക്കും പാടില്ലല്ലോ. ആരാണ് അഹങ്കാരം കാണിച്ചത്? ഞാനോ നീയോ? ഞാൻ ഒരു അഹങ്കാരം കാണിച്ചിട്ടില്ല. ആദ്യം മോഹനേട്ടൻ ഷർട്ട് മുണ്ടും തേച്ചില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഞാനത് സഹിച്ചേ. പോയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് ഞാൻ കരുതി. അപ്പൊ മുറ്റത്തിറങ്ങി അടുത്ത ബഹളം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് മാത്രമാണ് മോഹനേട്ടന്റെ ധാരണ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരു വീടിന്റെ മുറ്റം ഇങ്ങനെ കാട് പിടിച്ച പോലെ കിടക്കുന്നത് കണ്ടാൽ വന്നു കയറുന്നവർ കളിയാക്കില്ലേ? സ്ത്രീകളുള്ള വീടിന്റെ മുറ്റം വൃത്തിയായി കിടക്കണം. അപ്പൊ വീട്ടിൽ സ്ത്രീകൾ ഇല്ലെങ്കിൽ എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നേരം പുലരുമ്പോൾ തന്നെ മുറ്റവും പരിസരവും ഒക്കെ അടിച്ചു വൃത്തിയാക്കുന്നതാണ്. അങ്ങനെ ചുറ്റുപാടുകൾ വൃത്തിയാക്കി കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ചിട്ടാണ് സ്ത്രീകൾ അടുക്കളയിൽ കയറാറുള്ളത്. അത് പണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരുന്ന കാലത്ത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളാ. ഞാൻ സമ്പാദിക്കുന്ന കാശ് കൊണ്ടുകൂടിയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പൊ പിന്നെ ഈ വീട്ടിലെ ജോലികൾ എന്നെ സഹായിക്കേണ്ടത് മോഹനേട്ടന്റെ ഉത്തരവാദിത്തമാണ്. എന്തിന്? ഇന്നലെ വരെ നീയാണല്ലോ മുറ്റം വൃത്തിയാക്കിയിരുന്നത്. അതെന്റെ മര്യാദ. പക്ഷെ ആ മര്യാദയെ മോഹനേട്ടൻ ഒരു ബലഹീനതയായി എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഇന്നു മുതൽ മോഹനേട്ടനെ കൊണ്ടാവുന്ന ജോലികൾ മോഹനേട്ടനും ചെയ്യാതെ ഇവിടെ ഒരു പരിപാടി നടക്കില്ല. അടുക്കളയിൽ ഒരു ജോലി മോഹനേട്ടൻ അറിയില്ല, പോട്ടെ. പക്ഷേ മുറ്റു നോക്കാനേ വലിയ സാമർത്ഥ്യമൊന്നും ആവശ്യമില്ല. അപ്പുറത്ത് ചൂലിരിപ്പുണ്ട്, അതെടുത്ത് ഇങ്ങനെ ഒന്ന് തൂത്താ മതി. അതെങ്കിലും മോഹനേട്ടൻ ചെയ്യാതെ ഇന്നു മുതൽ ഈ വീട്ടിലെ ഒരു പണി ഞാൻ ചെയ്യില്ല. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. പക്ഷേ മോഹനേട്ടൻ മുറ്റം തൂക്കാതെ ഞാൻ അടുക്കളയിൽ കേറൂല. കുറച്ചു കഴിയുമ്പോ ഭാമേ എനിക്ക് പ്രഭാകരന്റെ സ്ഥലം ഇളക്കാൻ പോണം, കാപ്പി എടുത്തു വെക്ക് എന്ന് പറഞ്ഞു വന്നേക്കരുത്. ഞാൻ പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. ഷർട്ടും മുണ്ടും ഞാൻ തേക്കില്ല. ഞെട്ടിയോ? ഒരു സംശയം വേണ്ട സാറേ. ഞാൻ തേച്ച ഷർട്ടും മുണ്ട് വിട്ട് മോഹനേട്ടൻ ഇന്ന് ഒരു പ്രഭാകരന്റെ സ്ഥലം ഇളക്കാൻ പോവില്ല. സത്യഭാമ ഒരു വാക്ക് പറഞ്ഞ വാക്ക. മോഹനേട്ടാ, ഇന്ന് മോഹനയുടെ മുറ്റം തൂക്കാതെ ഞാൻ ഈ മുറിയിൽ ഇറങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല. അടുക്കളയിൽ കയറുകയുമില്ല, ഷർട്ട് മുണ്ടും തേക്കുകയില്ല. ഞാൻ പറഞ്ഞ എന്തായാലും ഈ വീട്ടിൽ നടക്കുമെന്ന് അറിയണമല്ലോ. മുറ്റമടിച്ച് മോഹനേട്ടൻ വന്ന് വിളിക്കാതെ ഞാൻ ഈ വാതിൽ തുറക്കില്ല. ഞാൻ സഹിച്ചു. സ്വന്തം വീടിന്റെ മുറ്റം അടിച്ചിട്ട് മതി പ്രഭാകരന്റെ സ്ഥലവിളക്കല്. മുറ്റം അടിക്കാതെ തേക്കുന്ന പ്രശ്നമില്ല മോഹനേട്ടാ. ഈശ്വരാ, ഇതൊരു വലിയ ചതിയായി പോയല്ലോ. എന്താ ചെയ്യുക? ഇതല്ലേ ഇതിപ്പോ ചേട്ടാ, ഇതെന്തോന്ന് ചാത്തനടിയ കളങ്ങളൊക്കെ? സാറേ, നമസ്കാരം സാറേ. ഇതെന്താണ് ചൂലൊക്കെ ആയിട്ട്? മുറ്റത്ത് വെക്കുന്നേ? അല്ല അല്ല, ഭാമിക്കെന്തോ തിരക്ക് പിടിച്ച ജോലിയുണ്ട്. അപ്പൊ ഞാനൊന്ന് സഹായിക്കാന്ന് കരുതി. അവൾ പാവം, അവൾ ഒറ്റയ്ക്കാണല്ലോ ഇവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്യുന്നത്.
സാറ് വക്കീലിനെ സഹായിക്കുന്ന അവള് പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ മുറ്റം തൂത്തില്ലെങ്കിൽ അവൾക്ക് ഒരു പ്രശ്നമില്ല. എന്നാലും ഞാൻ കരുതി ഒന്ന് സഹായിക്കാന്ന്. പക്ഷെ സാറേ 9 മണിക്ക് പ്രഭാകരന്റെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ സാറ് മുറ്റവും തൂത്ത് കുളിച്ച് റെഡിയായി വരുമ്പോ സമയം എത്ര ആവും സാറേ? പക്ഷെ മുറ്റം തൂക്കാൻ പോയാൽ ശരിയാവില്ല സാറേ. ഇന്ന് സാറ് ചെല്ലുമെന്നും പറഞ്ഞോണ്ട് പ്രഭാകര കട പോലും തുറക്കാതെ അവിടെ കാത്തു നിൽക്കുകയാണ് സാറേ. സാറേ ചൂല് ഇവിടെ വെച്ചിട്ട് കുളിച്ച് റെഡിയായി വാ. അത് ശരിയാവില്ല, തൂത്തേ പറ്റൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. സാറ് കുളിച്ച് റെഡിയാകുന്ന സമയത്ത് ഞാൻ മുറ്റം തൂത്തിടാം, കാര്യങ്ങൾ നടക്കട്ടെ. അയ്യോ, ഉത്തമൻ മുറ്റം തൂക്കാനോ? അതൊന്നും ശരിയാ. അയ്യോ, അതൊന്നും ഒരു പ്രശ്നമല്ലേ. സാറിന്റെ വീട്ടിലെ മുറ്റമല്ലേ, ഞാൻ തൂത്തോളാന്നേ. കുഴപ്പമില്ലെന്നേ. ഓ, സാറ് കുളിച്ച് റെഡിയാവും പെട്ടെന്ന്. ഇത്രയും മുറ്റം അടിക്കുന്ന പാടല്ലേ ഉള്ളൂ, അതിപ്പോ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ കാര്യം നടക്കുക എന്നുള്ളതാണല്ലോ പ്രാധാന്യം. സാറ് വേഗം കുളിച്ച് വേഷം മാറിവാ. പ്രഭാകരൻ അവിടെ നോക്കി നിൽക്കുകയാണ്. സാർ എന്തോന്ന് നോക്കിക്കുന്നേ? സാർ അങ്ങോട്ട് ചെല്ല്. ഈ കേസ് ഞാൻ ഏറ്റെന്ന്. ചെല്ല്, പെട്ടെന്ന് വാ. ഒരു കാര്യം നടക്കണമെങ്കിൽ എന്തെല്ലാം ജോലി ചെയ്യണം. എന്താ? ഞാൻ മുറ്റമടിക്കാതെ വാതിൽ തുറക്കില്ല എന്നുള്ളത് നിന്റെ അവസാനത്തെ തീരുമാനമാണല്ലോ. അതെ, വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല. ഉത്തമം മുറ്റമടിച്ച് കഴിയുന്നവരെ നീ അകത്ത് തന്നെ ഇരുന്നു. ഞാൻ എന്തായാലും മുറ്റമടിക്കുന്ന പ്രശ്നമില്ല. എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നീ ഇവിടെ തന്നെ ഇരുന്നോ? അഹങ്കാരിയായി ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്റെ സാറേ, ഇത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? സാർ ഇതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടെന്ന്. വേഗം പോയി റെഡി ആയിട്ട് വാ. ഉത്തമ, ഉത്തമ, നട്ടല് നന്നായി വളയട്ടെ. കുനിഞ്ഞ് കുനിഞ്ഞ് നല്ലവർക്ക് എടുക്കോ? ഇതങ്ങ് മാറിയാ പോരെ? കുനിഞ്ഞിരിക്കണോ? കയ്യോണ്ട് വരാന എനിക്ക് വയ്യ. എന്റെ സാറേ, എന്റെ വീടിന്റെ മുറ്റം സ്ഥിരമായിട്ട് തൂക്കുന്നത് ഞാനാ. സാർ ഒന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാനിത് വളരെ വൃത്തിയായി ചെയ്തോളാം. സാറ് ചെല്ല്. എങ്ങോട്ട് പോകുന്ന? വണ്ടി ഇടിച്ച് മറിയാൻ പോണം. രാഷ്ട്രീയം കൂടുതലാണ്. എന്റെ പൊന്നേ, ഒരു വില്ലേജ് ഓഫീസർ. അയാള് വരായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ തീർത്തനെ. നീ ഇപ്പോഴും ഇതിനകത്തിരിക്കുകയാണോ? ഇവിടെ നടന്ന പ്രശ്നമില്ല മോനേട്ടാ. നീ എത്ര നാൾ അതിനകത്തിരുന്നാലും ഞാൻ മുറ്റടിക്കുന്നു കരുതണ്ട. മുറ്റമടിക്കാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമെന്ന് മോഹനേട്ടനും കരുതണ്ട. ഇതിന് കാണാനൊന്നുമില്ല. കാണാൻ ഒരുപാടുണ്ട് മോളെ, ശരിയാക്കി തരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സാറേ, മുറ്റം നല്ല തേച്ച് മിനിക്കുമല്ലേ കിടക്കുന്നുണ്ട? ഇത്രയേ ഉള്ളു കാര്യം. ഇതിനൊക്കെ ഒരുപാട് സമയം വേണമെന്ന് പറയുന്ന വെറുതെയാണ്. അയ്യയ്യ, സാറ് കുളിച്ചില്ലേ ഇതുവരെ? കുളിക്കാം, വെള്ളം ചൂടാവുന്നേ ഉള്ളൂ. ഒരു ജലദോഷം ഉള്ളതുകൊണ്ട് വെള്ളം ചൂടാക്കിയേ കുളിക്കാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യും, പ്രഭാകരന്റെ പുരയിടത്തിന് മുമ്പ് വന്നാൽ മതി. കൃത്യം 9 മണിക്ക് ഞാൻ അവിടെ എത്തും. പിന്നെ 9 മണി കഴിയല്ലേ സാറേ? ഉത്തമ, വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണനെ സമയനിഷ്ഠ പഠിപ്പിക്കരുത്. ഞാൻ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. ചെല്ല്. ശരി സാറേ. അപ്പം ചൂല് പിടിച്ചോ. ഇനി അത് എടുത്ത് തന്നില്ലെങ്കിൽ അടുത്ത വഴക്കതാ പിടിച്ചോ. ഇരിക്കട്ടെ. സാറേ, 9 മണിക്കാണ് പറഞ്ഞേ. നിന്റെ വാശി എന്നെ ജയിക്കട്ടെ. ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ടുണ്ട്. നിന്നെ എങ്ങനെ ഷർട്ട് കഴിച്ചൂടെ? എനിക്ക് വിശ്വാസമില്ല. പുറത്തൊന്നും നോക്കുമ്പോ കാണാലോ. വാതിൽ തുറക്ക്. എന്തെങ്കിലും പുതിയ നമ്പർ ആണെങ്കിൽ നടക്കില്ല മോഹനേട്ടാ. ഒരു നമ്പരും ഇല്ല. നീ വാതിൽ തുറക്ക്. എന്താണ് പുതിയ കള്ളത്തരം? ഒരു കള്ളത്തരമില്ല. നീ വന്ന് വാ.
എങ്ങോട്ട്? എന്താണ് ഈ മുറ്റത്ത് എവിടെയാണ് ഈ ചവറ്? ഈശ്വരാ, ഇതാരാ എന്റെ അച്ഛൻ. നീ എന്താ കരുതിയത്? ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഭാമേ, ഇതൊന്നല്ല, ഇതിനപ്പുറമുള്ള ജോലിയും മോഹനകൃഷ്ണൻ ചെയ്യും. പക്ഷെ നീ ഇവിടെ ഉള്ളത് കൊണ്ട് മോഹനകൃഷ്ണൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. എന്നാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കിടന്ന ചവർക്ക് എവിടെ പോയി? ഞാൻ തിന്നു. എടീ, മുറ്റം ഞാൻ വൃത്തിയാക്കിയെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു വെറുതെ പറയുകയാണ്. സാധാരണ ഒരു ദിവസം മുറ്റം തൂക്കാൻ നിനക്ക് എത്ര സമയം വേണം? അതിന്റെ പകുതി സമയം കൊണ്ട് ഞാൻ മുറ്റം തൂത്ത് വൃത്തിയാക്കി കണ്ണാടി പോലെ ആക്കിയിട്ട് കണ്ടോ? ഇതിനാണ് നീ കുറെ കാലം കൊണ്ട് പറയുന്നത് ഇവിടെ എന്തോ മലമറിക്കുകയാണെന്ന്. ഒന്നുമില്ല. ഇതൊക്കെ നിസ്സാരങ്ങളിൽ നിസ്സാരമായ കാര്യമാണെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. മേലിൽ നീ വീട്ടു ജോലി ചെയ്ത് കഷ്ടപ്പെടുകയാണെന്നൊരു വാക്ക് നീ മിണ്ടിയാൽ നീ വിവരറിയും. ഓർത്തോ? എന്നാലും വില്ലേജ് ഓഫീസർ ആൾ കൊള്ളാലോ. എത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ വല്ല മാജിക്കും പിടിച്ചിട്ടുണ്ടോ? മോഹനേട്ടാ, എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ മോഹനേട്ടനെ സമ്മതിച്ചു. ഞാൻ വിചാരിച്ച പോലെ ഇത്ര പെട്ടെന്ന് ഒറ്റയടിക്കാൻ പറ്റില്ല. ഇതാണ് ഭാമേ ഞാൻ പറയുന്നത്. നിനക്കും ഈ മോഹനകൃഷ്ണനെ ശരിക്കും അറിയില്ല എന്ന് ഇപ്പൊ നീ വിചാരിക്കുന്നുണ്ടാവും. മുറ്റമടിച്ചില്ലെങ്കിൽ നീ ഷർട്ടും മുണ്ടും തേച്ചു തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പേടിച്ച് മുറ്റമടിച്ചതാണെന്ന്. ഒരിക്കലുമല്ല. നിനക്ക് ഈ ജോലിയൊക്കെ അറിയാമെന്ന് നിന്നെ കാണിക്കാനായി മാത്രമാണ് ഞാനതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ നീ ഷർട്ടും മുണ്ടും തേക്കില്ല എന്ന് പറഞ്ഞാൽ തൽക്കാലം ഞാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്ക് ഓഫീസിൽ പോയാലേ പറ്റൂ. അലക്കി തേച്ച് വൃത്തിയാക്കിയ ഷർട്ടും മുണ്ട് വിട്ട് ഞാൻ ശീലിച്ചു പോയി. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ഷർട്ട് അലക്കാനും തേക്കാനും തുടങ്ങാൻ പോവാ. അത്രയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? മോഹനേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് ഞാനും തിരിച്ചൊരു വാശി കാണിച്ചെന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞില്ലേ? ഇനി മോഹനേട്ടന്റെ ഷർട്ടും മുണ്ട് ഞാൻ തേച്ചു തരും. ഞാൻ അലക്കി തേച്ച ഷർട്ടും മുണ്ട് വിട്ട് നല്ല യോഗ്യനായിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്റെ വില്ലേജ് ഓഫീസർ. നാളെ എന്നോട് മുറ്റടിക്കാൻ പറയോ? ഇല്ല, എനിക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഇവിടെ ഉള്ളൂ. അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ എന്നോട് വഴക്കിനൊക്കെ വരുമ്പോ ഞാൻ ചെറിയ കുറുമ്പൊക്കെ കാണിക്കും. ഭാഗ്യം. അല്ല, നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയത് ഭാഗ്യമായി പോയെന്ന് പറയുകയായിരുന്നു. അപ്പൊ മോഹനേട്ടൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാവാൻ നോക്ക്. ഷർട്ടും മുണ്ടും കഴിക്കാനുള്ള ഭക്ഷണവും 1/2 മണിക്കൂറിൽ റെഡി. പ്രകാശിന് സ്ഥലമടക്കം പോകണ്ടേ? ഹലോ. ആ വക്കീലെ, ഞാനാണ് ഉത്തമേ. എന്താ ഉത്തമ? സാറല്ലേ വക്കീലെ? ഉണ്ട്, കൊടുക്കാം. അല്ല, വേണ്ട വേണ്ട. രാവിലെ പ്രഭാകരന്റെ സ്ഥലം അളക്കുന്ന കാര്യം പറഞ്ഞിരുന്നേ. കൃത്യം 9 മണിക്ക് വരാന്നാണ് സാർ പറഞ്ഞിരുന്നത്. പക്ഷേ പ്രഭാകരന്റെ അമ്മ തലചുറ്റി വീണ് ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അളക്കാൻ പറ്റൂല എന്ന് സാറിനോടൊന്ന് പറഞ്ഞേക്ക്. ശരി. ഓ ഷോ, രാവിലെ അവിടെ വന്ന മുറ്റം തൂത്തൊക്കെ വെറുതെ ആയിപ്പോയി വക്കീലേ. മുറ്റം? ഞാൻ അവിടെ വന്നപ്പോ മോനെ സാറ് മുറ്റം തൂക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ സാറ് മുറ്റം തൂത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രഭാകരന്റെ സ്ഥലമളക്കാൻ സമയത്തിനെത്താൻ പറ്റൂല എന്നുള്ളത് എനിക്കറിയാലോ. അതുകൊണ്ട് ഞാനായിട്ട് മുറ്റം മുഴുവനും തൂത്തിട്ടിട്ടാണ് പോകുന്നത്. ഒക്കെ വെറുതെ ആയി പോയി. പിന്നെ വക്കീലെ, സാറിന്റെ അടുത്ത് കാര്യം പറഞ്ഞേക്കണേ. പിന്നെ ഈ കാര്യം ഞാൻ മോഹനകൃഷ്ണ സാറിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞോളാം. ഉത്തമൻ ധൈര്യമായിട്ടിരുന്നു. ഓ ശരി 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 ശരി. വെറുതെ രാവിലെ മെനക്കെട്ട് കഷ്ടം. മോഹനേട്ടാ, അതെ, ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴേ എനിക്ക് പുതിയൊരു ഐഡിയ തോന്നി. എന്താ ഐഡിയ? അല്ല, ഞാൻ ഇത്ര നാളും അടിച്ചു വാരിട്ടും നമ്മുടെ മുറ്റം ഇത്രയും വൃത്തിയായിട്ടില്ലല്ലോ. അതുകൊണ്ട് മുറ്റം അടിക്കുന്ന ജോലി ഇനി എല്ലാ ദിവസവും മോഹനേട്ടൻ തന്നെ ചെയ്താൽ മതി. എന്താ? എന്തായാലും മുറ്റം അടിക്കാൻ എന്നെക്കാളുടെ സാമർത്ഥ്യം മോഹനേട്ടനല്ലേ. കൂടുതൽ മിടുക്കുള്ളവർ ഒരു ജോലി ചെയ്യുമ്പോഴല്ലേ അത് ഭംഗിയാവുക. ശരിയാവില്ല. നാളെ മുതൽ നീ മുറ്റടിച്ചാ മതി. അതെന്താ ശരിയാവാത്തോന്ന് പറ. ശരിയാവില്ല, അത്ര തന്നെ. ഇനിയിപ്പോ അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം എന്താ? അല്ലെങ്കിലും നാളെ മുതൽ മുറ്റടിച്ചോളാം നീ പറഞ്ഞല്ലേ. അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. മോഹനേട്ടൻ തന്നെ മുറ്റടിക്കുന്ന നല്ലത്. ഞാൻ മുറ്റടിച്ച നാട്ടുകാർ കാണും. അതിനെന്താ കുഴപ്പം? അങ്ങനെ കാണുന്നവര് പറയും, ആ മോഹനേട്ടൻ സാർ എന്ന് കണ്ട് പഠിക്കണം. ഓഫീസ് ജോലിയും വീട്ടു ജോലി എല്ലാം ചെയ്യും, നല്ല മനുഷ്യന്ന്.
അങ്ങനെ ആളുകൾ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മുറ്റം അടിക്കില്ല. അല്ല, നാളെയും കൃത്യസമയത്ത് ഉത്തമൻ വന്നാലോ? ഞെട്ടണ്ട കേട്ടോ, സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. ഉത്തമനെ കൊണ്ട് മുറ്റുപടിപ്പിച്ചിട്ട് വില്ലേജ് ഓഫീസർ എന്റെ മുന്നിൽ യോഗ്യനായി. ഏത് എപ്പോ? പ്രഭാകരന്റെ സ്ഥലം അളക്കാനുള്ള കൈക്കൂലിയായി ഉത്തമനെ കൊണ്ട് മോഹനേട്ടൻ ഈ വീടിന് മുറ്റുപടിപ്പിച്ചു. കാഞ്ചന കനകാംബരനെ കൊണ്ട് മതിലിന് പെയിന്റ് അടിപ്പിക്കുന്ന പോലെ അല്ലേ മോഹനേട്ട ഈ മുറ്റുപടിപ്പിക്കുന്നതും? ഞാൻ പറഞ്ഞതല്ലേ ഉത്തമനോട് മുറ്റടിക്കാനൊന്നും. കാഞ്ചന കനകാംബരനോട് പറഞ്ഞില്ല പെയിന്റ് അടിച്ചു തരാൻ. കനകാംബരൻ സ്വന്തം ഇഷ്ടപ്രകാരം ഏറ്റതല്ലേ. ഭാഗ്യത്തിന് പ്രഭാകരൻ ചേട്ടന്റെ സ്ഥലം ഇന്ന് അളക്കണ്ട. പ്രഭാകരൻ ചേട്ടൻ അമ്മയും കൊണ്ട് ആശുപത്രി പോയിരിക്ക. അതുകൊണ്ട് മാത്രം ഇന്നത്തെ ഉത്തമന്റെ മുറ്റുപടിക്കൽ കൈക്കൂലിയായില്ല. ഈ സൈസ് നമ്പർ ഇനിയുണ്ടോ സാറിന്റെ കയ്യില്? ഉത്തമന്റെ ആ ഫോൺ കോൾ എത്തുന്നത് വരെ എല്ലാം ഭദ്രമായിരുന്നു. എന്ത് ചെയ്യാം, വില്ലേജ് ഓഫീസർക്ക് ഭാഗ്യമില്ലാതെ പോയി. സത്യഭാമയുടെ കണ്ണിൽ പൊടിയിട്ട് യോഗ്യനാവാൻ കണ്ടുപിടിച്ച വഴി വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ അത് നാണക്കേടായി തീരുകയും ചെയ്തു. സാരമില്ല, കുടുംബമല്ലേ, ഇതൊക്കെ ഉണ്ടാവുമെന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം.